രാവിലെ തന്നെ നമ്മൾ തലസ്ഥാനത്തോട് പറഞ്ഞിറങ്ങിയാൽ നല്ലൊരു വിശപ്പോട് കൂടി കേട്ടോ. വിശന്ന് കത്തുകയാണ്. കൊറിയറൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് നേരെ കൊറിയർ. അപ്പോൾ കുറച്ച് ലേറ്റ് ആവും. ഒരു ബിസ്ക്കറ്റും മേടിച്ച് അവിടെ നിന്ന് കഴിക്കാൻ. ബിസ്ക്കറ്റ് ഒന്ന് കുറച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ആശാൻ ഇങ്ങനെ കളത്തിലേക്ക് എത്തി. ആശാൻ എന്തായാലും വന്നപ്പോൾ ഒരു കാലം കൂടെയും കൊണ്ട് വന്നുകൊണ്ട് തന്നെ നമുക്ക് മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി. നമ്മളെത്തിയപാടെ എന്തോ മഴയായിരുന്നോ. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്തുള്ള ഹോട്ടലിൽ തന്നെ പിടിക്കാന്ന് വിചാരിച്ചു. ഫുഡ് പിന്നെ നമ്മുടെ മെയിൻ ആയതുകൊണ്ട് തന്നെ നല്ല പൂരിയിൽ അങ്ങ് പിടിച്ചു. പക്ഷെ ആ ചട്നി മാത്രം എനിക്ക് അത്ര പിടിച്ചില്ല എന്ന് പറഞ്ഞ് ഞാൻ കഴിക്കായിരുന്നില്ല. നല്ലതായിട്ട് മൊത്തം തീർത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോ. തിരിച്ചെത്തിയപ്പോൾ തന്നെ നമ്മുടെ കൊറിയറൊക്കെ കളക്ട് ചെയ്ത് തിരിച്ചു വന്നിട്ടാ. നമ്മൾ അവിടുന്ന് കയറിയത് കൊട്ടാരക്കര ബസ്സിലാട്ടോ. കൊട്ടാരക്കര ബസ്സിൽ കയറി വട്ടപ്പാറ ഇറങ്ങാനാണ് നമ്മളോട് പറഞ്ഞത്. രാവിലെ തന്നെ അവിടുന്ന് എത്തിയതുകൊണ്ട് ഞാൻ നല്ലതായിട്ട് കിടന്നൊന്ന് ഉറങ്ങി എണ്ണീറ്റപ്പോഴത്തേന് നമ്മുടെ സ്ഥലം എത്തിയിട്ടോ. നമ്മൾ അവിടെ ഇറങ്ങിയപ്പോൾ ആശാന്റെ ശ്രദ്ധ ഏറ്റവും പോയത് ഈ 99 കടയിലേക്ക്. ചെരുപ്പിനൊക്കെ അവിടെ വെറും 99 രൂപ ആശാന്റെ വിചാരം. ആ വിചാരം വളരെ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും ആശാന് മനസ്സിലായില്ല. എന്നാൽ ആശാൻ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും നമുക്ക് 400 രൂപ മേളിൽ പോയിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തായിരുന്നു നമ്മുടെ കസ്റ്റമർ ലൊക്കേഷൻ. അപ്പൊ നമ്മൾ പിന്നെ അങ്ങോട്ട് വർക്കിന്റെ ഷട പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയി. അടുത്ത സെറ്റിനുള്ള വിശപ്പ് ഇങ്ങനെ കൂടി വന്നപ്പോൾ നമ്മൾ തൊട്ട് താഴെയുള്ള ഒരു കടയിലേക്ക് ഇറങ്ങിട്ടോ. കടയിൽ വേറെ ആരെയും കണ്ടില്ല, എന്നാൽ 2 ചേച്ചിമാർ നടത്തുന്ന കടയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. സംഭവം ഫുഡും കാര്യങ്ങളെല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ അവിടുത്തെ മീൻ മത്തി വറുത്തത് മാത്രം വളരെ മോശമായിരുന്നു. വൃത്തികെട്ട സാധനമായിരുന്നു കേട്ടോ. നല്ലൊരു മഴ അവസാനിച്ചപ്പോഴത്തേനും നമുക്ക് ആ വർക്ക് അങ്ങ് തീർക്കാൻ പറ്റി. സോ നമ്മൾ തിരിച്ചു പോകുകയാണ്. സത്യം പറയാലോ, തിരിച്ചു പോകാനുള്ള വഴി അറിയത്തില്ലായിരുന്നു. ബസ് നമ്മൾ കുറേ നേരം തപ്പി കണ്ടുപിടിച്ചിട്ട് രാത്രി ആയപ്പോഴാണ് നമ്മൾ തിരിച്ചങ്ങോട്ട് പോകാൻ ഇറങ്ങിയത്. ഇനി നമുക്ക് അങ്ങനെ ഇവിടെ വലിയ പരിപാടികളൊന്നുമില്ല. നമുക്ക് 2 ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് തിരിച്ചു പോവുക, അത്രേ ഉള്ളൂ. വേറെ ഒരു പരിപാടിയില്ല. അപ്പോൾ ഓക്കെ, ഞാൻ എന്നാൽ ശരി, എന്നാൽ പോട്ടെ.